Hey dears, welcome to Lead and Thread. ഇന്ന് നമുക്ക് ലൈനിങ് ഇടുന്ന ടോപ്പിനൊക്കെ എങ്ങനെ ക്യാൻവാസ് വെച്ച് കഴുത്ത് തയ്ക്കാമെന്ന് നോക്കാം. നമുക്ക് ഒരു പീസ് ക്യാൻവാസ് എടുത്ത് അതിൽ കഴുത്തിൻ്റെ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2.5 ഇഞ്ച് വീതി 3.5 ഇഞ്ച് ഇറക്കത്തിൽ യു കഴുത്താണ് തയ്ക്കുന്നത്. നമ്മൾ കഴുത്തിൻ്റെ ഷേപ്പ് വരച്ച് കഴിയുമ്പോൾ അതിന് താഴത്തായിട്ട് ഒരു ഇഞ്ച് വിട്ടിട്ട് താഴത്ത് ആ ഷേപ്പിൽ തന്നെ വേറൊരു ലൈനും കൂടി വരച്ചു കൊടുക്കണം. ഈ 1 ഇഞ്ചാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ മുകളിൽ ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് വേണം കട്ട് ചെയ്യാൻ. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ യു ഷേപ്പ് കട്ട് ചെയ്തെടുത്ത് തുണിയിൽ കൊണ്ട് ഫിക്സ് ചെയ്യുമ്പോൾ ഇത് അകന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ്. കറക്റ്റ് സെൻറ്ററിലായിട്ട് കിട്ടാൻ വേണ്ടി ഇങ്ങനെ ഒരു 1/2 ഇഞ്ച് മുകളിൽ വിട്ടിട്ട് വേണം കട്ട് ചെയ്യാൻ. ക്യാൻവാസ് ഇനി നമുക്ക് തുണിയുടെ ചീത്തവശം, അതായത് അകത്തോട്ട് വരുന്ന വശത്താണ് ഫിക്സ് ചെയ്ത് കൊടുക്കേണ്ടത്. കറക്റ്റ് നടുക്കായിട്ട് തന്നെ വെക്കുക. നമ്മൾ തുണിയുടെ നടുഭാഗത്തും ഒരു നോച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ക്യാൻവാസ് കട്ട് ചെയ്തപ്പോഴും സെൻറ്ററിൽ ഒരു നോച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. അത് രണ്ടും സെയിമായിട്ട് ഒരേ ലെവലിൽ വെച്ചിട്ട് ഇനി നമ്മൾ അയൺ ചെയ്ത് പിടിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ക്യാൻവാസ് വെക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഗ്ലേസിങ് ഉള്ള ഭാഗം വേണം തുണിയുടെ ഫേസ് ചെയ്ത് വരേണ്ടത്. അയൺ ചെയ്യുമ്പോൾ എപ്പോഴും ഒരു തുണി ഇത് ക്യാൻവാസിൻ്റെ മുകളിലായിട്ട് ഇട്ടിട്ട് വേണം അയൺ ചെയ്യാൻ. ഞാനിപ്പോൾ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ക്യാൻവാസ് ശരിക്കും തുണിയിലോട്ട് ഒട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ലൈനിങ് തുണി മെയിൻ തുണിയോട് അറ്റാച്ച് ചെയ്യാം. അതിനായിട്ട് ലൈനിങ്ങിൻ്റെ നല്ല വശവും നമ്മുടെ മെയിൻ തുണിയുടെ നല്ല വശവും ഫേസ് ടു ഫേസ് ആയിട്ട് വെക്കുക. ഇനി നമ്മൾ തയ്ക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി ഒന്നും പോകാണ്ടിരിക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഇവിടെ എല്ലാ കോർണേഴ്സും പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ തയ്ച്ചു വരുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ഈ പൊട്ടിച്ച ക്യാൻവാസിൻ്റെ അകത്തെ യൂവിനോട് ഏറ്റവും ചേർന്ന് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ സ്റ്റിച്ച് ഇട്ടതിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് നമുക്കിനി കട്ട് ചെയ്ത് എടുക്കാം കഴുത്ത്. നമുക്കിനി ഇത് മറിക്കാൻ എളുപ്പത്തിന് വേണ്ടി നമുക്കിങ്ങനെ ചെറിയ വെട്ടുകൾ ഇട്ട് കൊടുക്കാം. വെട്ടുകൾ ഇടുമ്പോൾ നമ്മൾ തയ്ച്ചതിൽ കൊള്ളാണ്ട് ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ ഇതിവിടെ തിരിച്ചെടുത്തിട്ടുണ്ട്. നല്ല വൃത്തിക്ക് തന്നെ കഴുത്ത് ക്യാൻവാസ് ഇടുമ്പോൾ നല്ല ഭംഗിക്ക് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ തളർന്ന തുണി ആയതുകൊണ്ട് ക്യാൻവാസൊക്കെ ഇട്ട് തയ്ച്ച് കഴിയുമ്പോൾ കഴുത്ത് നല്ല സ്റ്റിഫായിട്ട് നല്ല ക്ലീനായിട്ടിരിക്കും. ഇത്രയും കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഞാൻ ഇപ്പോൾ മോളിൽ കൂടെ ഇങ്ങനെ ചേർത്ത് ഒരു അടി അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നല്ല വൃത്തിക്ക് കിട്ടിയിട്ടുണ്ട് കഴുത്ത്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.